രാഷ്ട്രീയം, അഭിപ്രായ വ്യത്യാസങ്ങൾ, വിമർശനം. ജനാധിപത്യത്തിൽ ഇവ എല്ലാം സ്വാഭാവികമാണ്. പക്ഷേ ഒരു ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. വിമർശനം എപ്പോഴാണ് വൈരമായി മാറുന്നത്? അഭിപ്രായം എപ്പോഴാണ് അപമാനമായി മാറുന്നത്? കേരളത്തിൽ മുൻമന്ത്രി ജി സുധാകരൻ സാറിനെതിരെ പ്രത്യക്ഷപ്പെട്ട ചില പോസ്റ്റുകൾ വീണ്ടും ഈ ചോദ്യത്തെ സമൂഹത്തിന് മുന്നിലെത്തിക്കുന്നു. ഇത് ഒരാളെ മാത്രം കുറിച്ചുള്ള കഥയല്ല. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണ്? അത് അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെയാണ്. ജനങ്ങൾക്ക് അവരവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. നേതാക്കളെ വിമർശിക്കുവാനുള്ള അവകാശവുമുണ്ട്. കാരണം നേതാക്കൾ ജനങ്ങളുടെ പ്രതിനിധികളാണ്. അതിനാൽ വിമർശനം തെറ്റുമല്ല. വിമർശനം പലപ്പോഴും സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശക്തി കൂടിയാണ്. പക്ഷേ വിമർശനം അപമാനമായി മാറുമ്പോൾ അത് ജനാധിപത്യത്തിൻ്റെ ശക്തിയല്ല, മറിച്ച് അത് സമൂഹത്തിൻ്റെ ബലഹീനതയായി മാറുന്നു. ഇന്ന് നമ്മൾ പലപ്പോഴും കാണുന്നത് വ്യക്തിപരമായ ആക്രമണങ്ങൾ, അപമാനകരമായ പോസ്റ്ററുകൾ, സോഷ്യൽ മീഡിയയിലെ വിദ്വേഷം. ഇവയൊക്കെ ഒരു കാര്യം വ്യക്തമാക്കുന്നു: സംവാദം കുറഞ്ഞപ്പോൾ വൈരം വർദ്ധിക്കുന്നു. രാഷ്ട്രീയത്തിൽ നമ്മൾ പലപ്പോഴും മറക്കുന്നത് ഒരു കാര്യമാണ്: നേതാക്കളും മനുഷ്യരാണ്. അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അവർ തെറ്റുകൾ ചെയ്യാം. പക്ഷെ വിമർശനം ചെയ്യുമ്പോൾ മനുഷ്യനെന്ന നിലയിലെ ബഹുമാനം നഷ്ടമാകരുത്. ഒരു സമൂഹത്തിൻ്റെ സംസ്കാരം അവിടെയുള്ള വിമർശനത്തിൻ്റെ നിലവാരത്തിൽ നിന്നാണ് തിരിച്ചറിയുന്നത്. ഇന്ന് നമ്മൾ രാഷ്ട്രീയത്തിൽ വൈര്യം സ്വഭാവമാക്കി മാറ്റിയാൽ നാളെ അത് നമ്മുടെ സമൂഹത്തിനുള്ളിലും കടന്നു വരും. കുടുംബങ്ങളിൽ, സുഹൃത്തുക്കൾക്കിടയിൽ, സമൂഹത്തിൽ. അപ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് സംവാദത്തിൻ്റെ സംസ്കാരമാണ്. ജനാധിപത്യം വൈരത്തിൽ വളരുന്നില്ല, അത് വളരുന്നത് സംവാദത്തിലൂടെയും ബഹുമാനത്തിലൂടെയുമാണ്. അതുകൊണ്ട് വിമർശിക്കാം, തെറ്റുകൾ ചോദ്യം ചെയ്യാം. പക്ഷേ ഒരിക്കലും മറക്കരുത്, വിമർശനം ശക്തിയാണ്, പക്ഷേ ബഹുമാനമാണ് സംസ്കാരം. രാഷ്ട്രീയം വേണം, വിമർശനം വേണം, പക്ഷെ ഒരിക്കലും മറക്കരുത്, മനുഷ്യനോടുള്ള ബഹുമാനം നഷ്ടമാക്കരുത്.